അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെൺപിള്ളേർക്ക് എപ്പോഴും ലുലുമാളി പോകാനേ ടൈമുള്ളൂ. ലുലുമാളി പോയി ഒരു കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിട്ടുമ്പോ കുറച്ച് വായി നോക്കുമ്പോ നമുക്കൊരു നടന്നിട്ട് തിരിച്ചു വരും ഒരു സംതൃപ്തി. ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. ഞാൻ ഷോർട്സിലൊക്കെ വട്ട ഈറ്റിന്റെ ഡേ എടുത്തിട്ടുണ്ട്, പക്ഷെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആവട്ടെ. അപ്പോ എന്താണ്, ഇന്ന് എന്റെ കസിൻ മിന്നുവും കൂടെ ഉണ്ട്. അപ്പൊ അവളെന്ന് വെച്ചാൽ എക്സാം ഒക്കെ, അവൾ നീറ്റ് എക്സാം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പൊ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പൊ എന്തോടെ വെക്കേഷൻ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ അവള് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അവള് വന്നേക്കല്ലേ, അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോവാം. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കാം, ഒരു വ്ലോഗും എടുക്കാം. അങ്ങനത്തെ കുറച്ച് പ്ലാനിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പൊ നല്ല രാവിലെയാണ്. രാവിലെ ഞാനിപ്പോ 2 ദിവസം കൂടെ എനിക്ക് വയ്യാത്തോണ്ട് കുളിയൊന്നും ഇല്ലായിരുന്നു. അവളിന്ന് രാവിലെ എണീറ്റ പാടെ തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇനി എന്തെങ്കിലും ഫുഡ് അടിക്കണം. ഫുഡൊക്കെ കഴിച്ച് അമ്മ അമ്പലത്തിൽ പോയിരിക്കണം. അമ്മ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അമ്മയ്ക്കൂടെ തിരുവാതിര ഗ്യാങ് ഒക്കെ ഉണ്ട്. അപ്പൊ തിരുവാതിര ഗ്രൂപ്പിൽ അമ്മയ്ക്ക് പ്രാക്ടീസ് ഉണ്ട്. അമ്മ ആ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാൻ. അമ്മൂമ്മയെ വിളിച്ച്, അപ്പൊ അമ്മമാറിന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ച് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാം. പിന്നെ 2-3 കാര്യങ്ങൾ അല്ലാണ്ട് ചെയ്യാനും ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ അമ്മയും കൂടെ വന്നിട്ട് നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോവും. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് എല്ലാം കാണാം. ഇന്നത് എന്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വല്ല കഴിക്കട്ടെ, വിശന്നിട്ട് വരിക, പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ. ഇന്ന് രാവിലത്തെ ആഹാരം ഇഡ്ഡലി ആയിരുന്നു. ഇഡലിയും ചമ്മന്തിയും സാമ്പാറും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മിന്നൂസാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇഡ്ഡലി വലിയ ഇഷ്ടമില്ല, എന്നാലും സാരമില്ല, കഴിക്കാം. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മൾ രണ്ടുപേരും കൂടി ഇതായി ഇറങ്ങി നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ മണി ഉച്ചയായി. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നു. അപ്പൊ പ്രാക്ടീസിന് പോയതിൽ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയാണ് നമുക്ക് പോവാൻ. അപ്പൊ നമ്മൾ പോണ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ, എവിടെയാണ്? ലുലു മോൾ. ലുലു മോൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെൺപിള്ളേർക്ക് എപ്പോഴും ലുലു മോളിൽ പോകാനേ ടൈമുള്ളൂ. ഗൈസ്, ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ളത് ലുലു മോളും MOT ആണ്. മോൾ ഓഫ് ട്രാവൻകൂറും ലുലു മോളും ആണ് ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അടുത്തായിട്ട് പോകാൻ പറ്റണം. പക്ഷെ MOT നമ്മൾ എപ്പോഴും പോയി മടുത്ത്, ലുലു എപ്പോഴും പോയി മടുത്ത്. പക്ഷെ എന്നാലും നമുക്ക് ലുലു മോളിൽ പോകുന്നത് കുറച്ചുകൂടി ഇഷ്ടം അല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും ലുലു മോളിൽ തന്നെ പോകും. ലുലു മോളിൽ പോയി ഒരു കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിട്ടുമ്പോ കുറച്ച് വായി നോക്കുമ്പോ നമുക്കൊരു നടന്നിട്ട് തിരിച്ചു വരും ഒരു സംതൃപ്തി. ആ ഒരു സംതൃപ്തിയുണ്ട്. അപ്പം ഇപ്രാവശ്യം അമ്മയും വരണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാനും മിന്നൂസും അമ്മയും കൂടി ആയിട്ടാണ് പോണത്. അതിന് മുമ്പായിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ കാറിന് പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കാം. പിന്നെ 2 പറഞ്ഞാൽ എന്താണ്, പൊല്യൂഷന്റെ ടൈം എടുത്തു. അപ്പൊ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ കാറ്റടിക്കണം. ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ചടപടയെ ചെയ്തിട്ട് വേണം ലുലു മോളോട്ട് പോവാൻ. അപ്പൊ നമുക്ക് ലുലു മോളിൽ വെച്ച് കാണാം. ഓക്കെ, പോവാം ലുലു മോൾ. അപ്പൊ നമ്മളെ വാഹന സുഖ പരിശോധന റീഡിങ് കിട്ടി. അപ്പൊ അതും കഴിഞ്ഞു, ആ ടാസ്കും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഭദ്രമായിട്ട് ഇവിടെ തന്നെ കഴിക്കാം. എടുത്തല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ലുലുമാളെത്തി ഫസ്റ്റ് തന്നെ നമ്മൾ വെസ്റ്റ് സൈഡിൽ പോയി കുറച്ച് കളക്ഷനുകളൊക്കെ കണ്ട് കയറിയതാണ്. പക്ഷെ നല്ല ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മള് കുറച്ച് കടകളിലൊക്കെ കയറിയിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി നമ്മൾ ഇവിടെ നിന്ന് ഡൊമിനോസിൽ നിന്ന് ഒരു ചിക്കൻ സോസേജ് പിസ്സ മേടിച്ചു. പിന്നെ 3 മിൽക്ക് ഷേക്കും മേടിച്ചു. അങ്ങനെ മിന്നൂസും അമ്മയും കൂടി അവിടെ ചില്ലി ഫ്ലെക്സും ഒറിഗാനോ ഒക്കെ പിസ്സയിലോട്ടൊക്കെ ഇടണ തിരക്കിലാണ്. ശരിക്കും നമുക്ക് 4 മണിക്ക് മുമ്പേ വീട്ടിൽ പോകണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ ഇറങ്ങിയത് ഒരു മോക്ക് ഡ്രിൽ ഡേയിലായിരുന്നു. നമ്മുടെ മോക്ക് ഡ്രിൽ ഡേയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല 4 മണിക്ക് മുമ്പേ. അപ്പൊ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റില് ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് മറ്റേ സൈറണൊക്കെ വന്നു. അപ്പൊ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും കൂടി ആയിട്ട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ നിൽക്കാനൊക്കെ കൊള്ളായിരുന്നു. അപ്പൊ എന്താണ്, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞ എന്റെ അമ്മയ്ക്ക് വെട്ടുകാട് കൂടി പോകണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ ശരി, എങ്കിൽ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് വെട്ടുകാടും കൂടി പോകാം. അങ്ങനെ നമ്മൾ വെട്ടാട് തൊട്ട് പോവുകയാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ ലുലുമാളിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മളിപ്പോ എവിടെ നിന്ന്, നമ്മളെ വെട്ടുകാടാണ് ഗൈസ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും വെട്ടുകാട് പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് വെട്ടുകാട്. അപ്പം ഞങ്ങള് ഇവിടെ എന്ന് വെച്ചാൽ
എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ മെഴുകുതിരി കത്തിച്ചു ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങള് എന്താണ് മനസ്സിൽ വിചാരിച്ച് മെഴുകുതിരിയൊക്കെ വച്ച് കത്തിച്ച മെഴുകുതിരിയൊക്കെ കത്തിച്ച നടക്കൂന്നൊക്കെ ഓരോ ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാണ്ടപ്പോ വെട്ടയാട് വന്നു. വെട്ടയാട് ബാക്ക് സൈഡിലൊക്കെ നല്ല കടലാണ്. ബാക്ക് അല്ല, ശരിക്കും ഫ്രണ്ട് സൈഡായിട്ടാണ് പറഞ്ഞത്. ഫ്രണ്ട് സൈഡ് നല്ല കടലൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്കപ്പൊ വെട്ടയാടിലോട്ട് പോവാം. നിങ്ങൾക്ക് കാണാമോന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് വെട്ടാട് പള്ളി. അപ്പൊ വെട്ടാട് പള്ളിയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടല്ലേ. അമ്മ ആദ്യമേ മെഴുകുതിരി മേടിക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോയി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ വെട്ടാട് പള്ളി. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. വെട്ടാട് പള്ളിയുടെ മുൻവശത്തായിട്ടാണ് നമ്മുടെ കടല് വരുന്നത്. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് അവിടെ ചല്ലിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാറും നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ വെട്ടാട് പള്ളിയുടെ അകത്തോട്ട് പോവാണ്. അകത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ മെഴുകുതിരി കാണിച്ച് കത്തിച്ച് വെക്കണം. അപ്പൊ അമ്മ ഞങ്ങളെയും കാത്ത് നിൽക്കുവാണ് മെഴുകുതിരിയൊക്കെ മേടിച്ച്. അപ്പൊ ഞാനും മിന്നൂസും അമ്മയും കൂടെ അവിടെ നല്ലപോലെ പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിച്ച് വെച്ചു. നമ്മുടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെച്ചാൽ അത് നടക്കൂന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തോട്ട് വീഡിയോ ഒന്നും അലൗഡ് അല്ല, ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തുകൂടാ. അതുകൊണ്ട് ഞാൻ അധികം ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ ഇപ്പൊ വെട്ടാട് പള്ളി വന്നിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും വരണം. ഭയങ്കര പീസ് ആയിട്ടുള്ള പള്ളിയാണ്. അതിന്റെ അകത്ത് വന്ന് ഇരിക്കുമ്പോ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഭയങ്കര നിശബ്ദമായിട്ടുള്ള ഒരു പള്ളിയാണ്. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ആ പള്ളി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലോട്ട് വന്നു. ഞങ്ങൾ പോയ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാനും മിന്നൂസും കൂടെ കുറച്ചേരം അവിടെ ഇരുന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടെയും തിരിച്ചു പറഞ്ഞ വഴിക്ക് ചാക്കയിൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. ഇവിടെ പേട്ട ചാക്ക സൈഡിൽ കൂടി പറഞ്ഞവർക്ക് അറിയാം, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് വൈകിട്ട്. കാര്യം ഈ വഴിയാണ് മെയിൻ ആയിട്ടുള്ള റോഡാണ്, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ബ്ലോക്കൊക്കെ താണ്ടി വീട്ടിലെത്തി. പിന്നെ നമ്മുടെ സാരഥിയെ നമ്മൾ ഒരിടത്ത് ഒതുക്കി. അങ്ങനെ നമ്മുടെ മിന്നൂസ് നമ്മളെ കാർ ഷെഡൊക്കെ അടയ്ക്കുകയാണ്. ഇനിയിപ്പൊ നമ്മൾ വീടിനകത്തോട്ട് പോയി. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്ത് അമ്മൂമ്മ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പൊ നമ്മളെ ലുലു മാളും നമ്മുടെ പിന്നെ അവിടെ പോയി നമ്മള് വെട്ടുകാടും ലുലു മാളൊക്കെ നമ്മൾ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോ മിന്നൂസിന്റെ വീട്ടിൽ പോവാണ്. മാമ ഇപ്പൊ വരും. മാമ വരുമ്പോ മിന്നൂസ് പോകും. ഇനി എന്ന് വരും മിന്നൂസെ? കുറച്ച് ദിവസം കഴിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് നെയ്യാറ്റിങ്കരൊക്കെ പോകാം കേട്ടോ ഒരു ദിവസം. ഇനി നമ്മൾ നെയ്യാറ്റിങ്കരയൊക്കെ പോകും. എന്റെ അമ്മൂമ്മേടെ നാട് നെയ്യാറ്റിങ്കരയാണ്. അപ്പം ഈ നെയ്യാറ്റിങ്കരയൊക്കെ ഒരു ദിവസം പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ലുലു മാള് മോട്ടറി സംഭവങ്ങളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു 4 മണിക്ക് വീട്ടിൽ വരണമെന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പം അതിനകത്ത് തന്നെ ആൾക്കാർ ഈ എല്ലാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ലൈറ്റ് സംഭവങ്ങളെല്ലാരും അവിടെ ഓഫ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നല്ലേ. എല്ലാരും ഇരുട്ടത്തിങ്ങനെ നിക്കണം. നമ്മൾ വിചാരിച്ചത്ര പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ നല്ല ഇതായിരുന്നു. ഇനി മിനിറ്റ് പോകും. വേറെ ദിവസം മിന്നൂസ് ഉള്ളപ്പോ എനിക്കൂടെ ഭയങ്കര രസമായിരുന്നു. ബോറടിയൊന്നും ഇല്ലാതെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ എന്റെ മിന്നൂസ് പോകണം. കാര്യമില്ല, വേറെ ദിവസം വരണം. നമുക്ക് കുറെ പരീക്ഷിക്കാനൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ. നമുക്ക് കുറെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഓവറോൾ ഒരു നൈസ് ഡേ ആയിരുന്നു അല്ലെ? നൈസ് ഡേ ആയിരുന്നു. അപ്പൊ നമ്മള് മിന്നൂസിന് പോവാൻ സമയമായി. മാമൻ വന്ന് മിന്നൂസിനെ വിളിക്കാൻ. മിന്നൂസ് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് പോവാണ്. അപ്പൊ മിന്നൂസ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. മിന്നൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ മിന്നൂസിനെ ഇനിയും വരണോന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് മിന്നൂസ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പൊ മിന്നൂസ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. നോക്കിയപ്പോ ഡെയിലി രാവിലത്തെ പോലെ തന്നെ ഇഡലി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഡലി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചു. നമ്മുടെ പാണ്ടിപ്പട സിനിമയും കണ്ട് മാഗിയും കഴിച്ച് ഇനിയിപ്പോ പോയി കിടന്ന് ഉറങ്ങണം. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.